Hey guys, ഈ വീഡിയോയിൽ ഞാൻ S23, S23 Plus, S23 Ultra ഈ മൂന്നെണ്ണത്തിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ റിലേറ്റഡ് ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഇതൊക്കെ വരുന്നത് റീസൈക്കിൾഡ് പേപ്പർ പാക്കേജിംഗ് ബോക്സിലാണ്. അതിൽ നമുക്ക് യൂസർ മാനുവൽ ഉണ്ട്, ഒരു എജക്ടർ പിൻ ഉണ്ട്, അതുപോലെ തന്നെ C2C ഡാറ്റ കേബിൾ ഉണ്ട്. ബാക്കും ഫ്രണ്ടും നമുക്ക് ഇതേപോലെ പ്രൊട്ടക്റ്റീവ് ലെയറിൽ കവേർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അത് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. S23യും S23 പ്ലസിനും ബാക്കും ഫ്രണ്ടും വരുന്നത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ സൈഡൊക്കെ നമുക്ക് ആർമർ അലൂമിനിയം ഫ്രെയിമിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 12MP അൾട്രാ വൈഡ് ക്യാമറ, 50MP വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 10MP ടെലിഫോട്ടോ ക്യാമറ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ആണ്. പിന്നെ ഫ്രണ്ട് വരുന്നത് 12MP സെൽഫി ക്യാമറയാണ്. ഇനി നമുക്ക് കളേഴ്സിലേക്ക് കിടക്കാം. ടോട്ടൽ 6 കളേഴ്സാണ് വരുന്നത്. ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നത് 4 കളേഴ്സാണ്. അതായത് ലാവൻഡർ, ഗ്രീൻ, ഫാൻറ്റം ബ്ലാക്ക്, ക്രീം. പിന്നെ നമുക്ക് എക്സ്ട്രാ 2 കളേഴ്സും കൂടി വരുന്നുണ്ട്. അതിൽ നമുക്ക് ലൈമും ഗ്രാഫൈറ്റും ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് സ്ക്രീൻ സൈസിലേക്ക് കിടക്കാം. S23 6.1 ഇഞ്ച് സ്ക്രീനും S23 Plus 6.6 ഇഞ്ച് സ്ക്രീനുമാണ് വരുന്നത്. രണ്ട് ഫോണിനും 120 Hz സ്ക്രീൻ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടഡ് ആണ്. പിന്നെ S23ക്ക് 3900 mAh ബാറ്ററിയും S23 പ്ലസിന് 4700 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ രണ്ട് ഫോണിനും ഡൈനാമിക് AMOLED 2x ഫുൾ HD പ്ലസ് ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് S23 Ultra അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സിങ്ങിൽ S23യും S23 പ്ലസ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നില്ല. കാരണം റീസൈക്കിൾഡ് പേപ്പർ പാക്കേജിംഗ് ബോക്സ് തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് മാനുവൽ ഗൈഡ് വരുന്നുണ്ട്, C2C ഡാറ്റ കേബിൾ വരുന്നുണ്ട്, പിന്നെ എജക്ടർ പിന്ന് വരുന്നുണ്ട്. ബാക്കും ഫ്രണ്ട് ഇതേപോലെ പ്രൊട്ടക്റ്റീവ് പീൽ ഓഫ് കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഡൈനാമിക് AMOLED 2x ആണ്. പക്ഷേ ഇവിടെ വരുന്നത് ക്വാഡ് HD പ്ലസ് എഡ്ജ് ഡിസ്പ്ലേ ആണ്. അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. S22 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കർവ് കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് രണ്ട് സൈഡിൽ വരുന്നത്. അലൂമിനിയം ഫ്രെയിം സൈഡിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് S Pen ആണ് അഡീഷണൽ ആയിട്ട് ഇതിൽ വരുന്നത്. ഇനി കളേഴ്സിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് S23 പ്ലസ് പോലെ 6 കളേഴ്സ് അല്ലാണ്ട് എക്സ്ട്രാ 2 കളേഴ്സും കൂടി വരുന്നുണ്ട്. ഗ്രീൻ, ഫാൻറ്റം ബ്ലാക്ക്, ലാവൻഡർ, ക്രീം, ഗ്രാഫൈറ്റ്, ലൈം. അതും അല്ലാണ്ട് നമുക്ക് സ്കൈ ബ്ലൂവും റെഡും കൂടി എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് കിടക്കുമ്പോൾ ഫ്രണ്ട് നമുക്ക് 12MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ബാക്കിൽ നമുക്ക് 12MP അൾട്രാ വൈഡ് ക്യാമറ, 200MP വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 10MPയുടെ 2 ടെലിഫോട്ടോ ക്യാമറ, ഒന്നിൽ 10xും ഒന്നിൽ 3xന്റെ ഒപ്റ്റിക്കൽ സൂം ആയിട്ടാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേ വരുന്നത് 6.8 ഇഞ്ചാണ്. നമുക്ക് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ പിന്നിൽ ലാർജർ വേപ്പർ ചേമ്പറാണ് വരുന്നത്. അതായത് കൂളിങ്ങിന് വേണ്ടിയിട്ടാണത്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് നോക്കാം. S23യും S23 പ്ലസിൽ നമുക്ക് 50MPയുടെ ക്യാമറ വരുന്നുണ്ട്. നേരെ മറിച്ച് നമുക്ക് S23 അൾട്രയിൽ 200 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ S23 പ്ലസിൽ 30x സൂമാണ്. പക്ഷേ S23 അൾട്രയിൽ 100x സൂം വരുന്നുണ്ട്. ഇനി രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് AI ക്യാമറ, എക്സ്പേർട്ട് റോ, പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് അറ്റ് 60 ഫ്രെയിംസ്, 30 ഫ്രെയിംസ്, 24 ഫ്രെയിംസ്. അതുപോലെ തന്നെ 8K വീഡിയോ റെക്കോർഡിംഗ് അറ്റ് 24 ഫ്രെയിംസും 30 ഫ്രെയിംസും വരുന്നുണ്ട്. പിന്നെ സൂപ്പർ HDR വരുന്നുണ്ട്. പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അത് OIS പ്ലസ് VDIS ആണ്. പിന്നെ നമുക്ക് പ്രോ മോഡും പ്രോ വീഡിയോ മോഡും അവൈലബിൾ ആണ്. ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറയൊക്കെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് മെമ്മറി വരുന്നത്, അതായത് റാം. S23 പ്ലസിന് 8GB റാം വരുമ്പോൾ S23 അൾട്രയ്ക്ക് വരുന്നത് 8GBയും 12GB വരുന്നുണ്ട്. ഇതൊക്കെ LPDDR5+ റാം ആണ്. അതുപോലെ തന്നെ അതിൽ 8GBക്ക് 256GBയുടെ സ്റ്റോറേജാണ് വരുന്നുള്ളൂ. ഇനി സ്റ്റോറേജ് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ S23യും S23 പ്ലസിനും 128GBയും 256GBയും 512GBയുടെയും ഇൻറ്റേർണൽ മെമ്മറി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നേരെ മറിച്ച് S23 അൾട്രയ്ക്ക് സ്റ്റോറേജ് വരുന്നത് 256GB, 512GB, പിന്നെ 1TB ആണ്. എല്ലാ ഫോണിൻ്റെയും പ്രൊസസ്സർ വരുന്നത് Snapdragon 8 Gen 2 ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ 1750 നിറ്റ്സ് വരെ ബ്രൈറ്റ്നസ് അവൈലബിൾ ആണ്. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. നൈറ്റോഗ്രാഫി ഉണ്ട്, ആസ്ട്രോഗ്രാഫി ഉണ്ട്. അതായത് നൈറ്റ് ഫോട്ടോഗ്രാഫിയും ആസ്ട്രൽ, അതായത് സ്റ്റാർസിൻ്റെ ഫോട്ടോഗ്രാഫിയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അവസാനമായിട്ട് പിന്നുള്ളത് കോമൺ ആയിട്ട് വരുന്ന ക്വിക്ക് ഷെയർ ആണ്. ഇനി നമുക്കടുത്ത് പ്രൈസിലേക്ക് കിടക്കാം. S23 വരുന്നത് $799 അതായത് ഇന്ത്യൻ റുപ്പീസ് 74,999 വരും. S23 പ്ലസ് വരുന്നത് $999 അതായത് ഇന്ത്യൻ റുപ്പീസ് 94,999 വരിക. പിന്നെ നമുക്ക് ഫൈനലി S23 അൾട്ര വരുന്നത് $1,199 അതായത് ഇന്ത്യൻ റുപ്പീസ് 1,24,999 വരിക. നമുക്ക് February 1 മുതൽ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. February 17 മുതൽ ഫോൺ കിട്ടി തുടങ്ങും. ഇതെല്ലാം 5G ഫോൺസ് തന്നെയാണ്. അതിൽ നമുക്ക് 4 ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നതാണ്. ഇനി പ്രീ ഓർഡർ ഓഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സാംസങ് വാച്ച് 4 ക്ലാസിക് 46mm LTE മോഡൽ
അതും ഗാലക്സി ബഡ്സ് 2ഉം. ഇത് രണ്ടും ഏകദേശം 33,000 റുപ്പീസ് ടോട്ടൽ വർത്തുള്ളതാണ്. അത് നിങ്ങൾക്ക് എക്സ്ട്രാ 5,000 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 15 വാട്ട് ക്വിക്ക് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് പാഡും പിന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും ഏകദേശം നമുക്ക് 5,000 റുപ്പീസോളം വരുന്നത് നമുക്ക് രണ്ടും ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അതുമാത്രമല്ല 8,000 രൂപയുടെ സാംസങ്ങിൻ്റെ അപ്ഗ്രഡേഷൻ ഓഫർ അല്ലെങ്കിൽ 8,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഓഫർ വിത്ത് EMIയും നോൺ EMI ട്രാൻസാക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് S23 സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.